ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നൊരു കുക്കിംഗ് വീഡിയോ ആണ് കേട്ടോ. നമ്മുടെ സദ്യകളിലൊക്കെ ഒഴിച്ചുകൂടാൻ കഴിയാത്ത ഒരു വിഭവമാണ് അവിയൽ അല്ലേ. അവിയൽ എങ്ങനെയാണ് ഉണ്ടാക്കുക എന്നുള്ളതാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത്. ഞാൻ ഉണ്ടാക്കുന്ന ഒരു രീതിയാണ് കാണിച്ചു തരുന്നത്. അപ്പോൾ ഓരോ സ്ഥലത്തും ഓരോ രീതിയിലായിരിക്കും ഉണ്ടാക്കുക. അപ്പോൾ നമുക്ക് അവിയൽ എങ്ങനെ പ്രിപ്പയർ ചെയ്യാൻ നോക്കാം. അതിന് വേണ്ടി ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. സാമ്പാർ പോലെ തന്നെ ധാരാളം പച്ചക്കറികൾ ഇട്ടിട്ട് ഉണ്ടാക്കുന്ന ഒരു ഐറ്റമാണ് കേട്ടോ അവിയൽ. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വെജിറ്റബിൾസൊക്കെ ഇതിൽ ആഡ് ചെയ്യാം. ഞാനതിൽ ബീൻസ്, കോവയ്ക്ക, ക്യാരറ്റ്, വാഴക്ക, അതേപോലെ മുരിങ്ങക്കായ ഈ പച്ചക്കറികളൊക്കെയാണ് എടുത്തിട്ടുള്ളത്. പിന്നെ നമുക്ക് വേണ്ടത് കോക്കനട്ട് ഓയിൽ വേണം, അതുപോലെ കേർഡ് വേണം. കേർഡ് കുറച്ച് മതി. പിന്നെ ആവശ്യത്തിന് വെള്ളം വേണം. പിന്നെ ഇതിലേക്ക് ചേർക്കാനുള്ള അരപ്പിന് വേണ്ടിയിട്ട് കുറച്ച് തേങ്ങയും പിന്നെ ചെറിയ ഉള്ളി കുറച്ച് വേണം. പച്ചമുളക് നിങ്ങളെ എരിവിനനുസരിച്ചിട്ട് എടുക്കാം. ഞാനിവിടെ ഒരു 3 പച്ചമുളക് എടുത്തിട്ടുണ്ട്. അതുപോലെ ഒരു 4 വെളുത്തുള്ളി വേണം. പിന്നെ കുറച്ച് ജീരകം വേണം, അതുപോലെ കുറച്ച് കറിവേപ്പില. അപ്പോൾ ഇത്രയും ഐറ്റമാണ് നമുക്ക് അവിയൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വേണ്ടത്. അപ്പം എങ്ങനെയാണ് ഇത് ഉണ്ടാക്കുക എന്നുള്ളത് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു മൺചട്ടി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് ഞാൻ ഈ ഒരു പച്ചക്കറികൾ മൊത്തം നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള പച്ചക്കറികളൊക്കെ ഓരോന്നോരോന്നായിട്ട് ഇതിലേക്ക് ആഡ് ചെയ്യണം കേട്ടോ. ഇതിലേക്ക് ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. കുറച്ച് മതി കേട്ടോ, 2 സ്പൂണ് വെളിച്ചെണ്ണ മതി. പിന്നെ അതുപോലെ നമുക്ക് ആവശ്യത്തിന് ഉപ്പ് അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ടിത് നന്നായിട്ട് നമ്മൾ കൈ വെച്ചിട്ടൊന്ന് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇനി ഇതിലേക്ക് ഞാൻ ഒരു 1/2 സ്പൂണ് മഞ്ഞൾപ്പൊടി ആഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ ഒരു 1/4 സ്പൂണ് മുളക് പൊടി ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. നമ്മൾ മുളക് പൊടി വെറുതെ ഒരു കളറിന് വേണ്ടിയിട്ടാണ്. നമ്മൾ ഓൾറെഡി ഇവിടെ പച്ചമുളക് എടുത്ത് വെച്ചിട്ടുണ്ടല്ലോ അതിലേക്ക് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതുകൊണ്ട് മുളക് പൊടി കുറച്ച് മതി. പിന്നെ നമ്മൾ ആവശ്യത്തിന് വെള്ളം കൂടെ, ഇത് വേവാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് കൊടുക്കുക. ഞാനൊരു കപ്പ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതുപോലെ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമ്മളത് വേവാൻ വേണ്ടിയിട്ട് വെക്കുക കേട്ടോ. ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ട് നമ്മൾ അടപ്പ് തുറന്ന് നോക്കിയിട്ട് ഒന്നത് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഏകദേശം നമ്മൾ കഷ്ണങ്ങളൊക്കെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ടാവും. പിന്നെ ഇതിലേക്ക് നമ്മൾ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള അരപ്പ് എങ്ങനെയാണ് ഉണ്ടാക്കുക എന്നുള്ളത് നോക്കാം. അപ്പോൾ ഇതിന് വേണ്ടി ഞാനൊരു ജാർ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ കുറച്ച് തേങ്ങ ഇടുക കേട്ടോ. കുറച്ച് മതി തേങ്ങ. അധികം ആയി കഴിഞ്ഞാൽ നമ്മളത് പുഴുക്ക് പോലെ ആയിപ്പോകും കേട്ടോ ഈ അവിയൽ. അപ്പോൾ അതുകൊണ്ട് തന്നെ തേങ്ങ കുറച്ച് മതി. അതുപോലെ തന്നെ വളരെ കുറച്ച് ജീരകം മതി കേട്ടോ. പിന്നെ നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള ചെറിയ ഉള്ളിയും അതുപോലെ വെളുത്തുള്ളി, കറിവേപ്പില, പച്ചമുളക് ഈ സാധനങ്ങളൊക്കെ അതിൽ ആഡ് ചെയ്യാം കേട്ടോ. നമ്മൾ നല്ല പേസ്റ്റ് പോലെ ഒന്നും അരച്ചെടുക്കണ്ട, ഒന്ന് ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്ത് എടുത്താൽ മതി. എന്നിട്ട് നമ്മൾ ഈ അരപ്പ് നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള കഷ്ണങ്ങളിലേക്ക് ചേർത്ത് കൊടുക്കുക കേട്ടോ. നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. മിക്സ് ചെയ്യുമ്പം ഈ കഷ്ണങ്ങളൊന്നും ഉടഞ്ഞു പോകാതെ വേണം കേട്ടോ മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മളെ പച്ചക്കറികൾ ഒക്കെ വെന്ത് റെഡി ആയിട്ടുണ്ട്. അതിലേക്ക് ഞാൻ കുറച്ച് കറിവേപ്പിലയും അതുപോലെ വെളിച്ചെണ്ണയും കൂടെ ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. തീ ഓഫ് ചെയ്തതിന് ശേഷമാണ് തൈര് ഇതിലേക്ക് ചേർക്കേണ്ടത് കേട്ടോ. ഞാനിവിടെ ഒരു 1/4 കപ്പ് തൈരാണ് എടുത്തിട്ടുള്ളത്. തൈര് ചേർത്തതിന് ശേഷം ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ അവിയൽ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാവുന്ന ഒരു ഐറ്റമാണ് കേട്ടോ. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. താങ്ക് യു.